ഗോപാൽപുര എന്ന സ്ഥലത്ത് നിന്ന് പിന്നെ നമ്മളെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനു ഡ്രൈവ് ചെയ്യുന്നു. എന്താണ് കരപ്പത്തിലേക്കാണ് നമ്മൾ ചമക്കണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പേരൊക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടല്ലോ പേര്. ഈ ഗ്രാമത്തിൽ വിളവെടുത്ത ഉരുളക്കിഴങ്ങ് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതാ ഒരു കാളവണ്ടി വരുന്നു. നമ്മളങ്ങനെ ഒറീസയിലെ ഒരു ഗ്രാമപ്രദേശത്തോടെ ഇങ്ങനെ പോകുന്നു. പശുക്കളുണ്ട്, ഇഷ്ടംപോലെ പശുക്കളും. നമ്മുടെ പണ്ടത്തെ നാട്ടുംപുറത്തെ ഓർമ്മകൾ. നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരുപാട് കശുമാവിൻ തോട്ടങ്ങളൊക്കെ കാണാം. കശുമാവ് റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു തടാകം, വലിയൊരു തടാകം കണ്ടു. ആ തടാകക്കരയിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തടാകക്കരയിലേക്ക് പോകാൻ വഴിയുണ്ട്, റോഡ്. അങ്ങനെ നല്ല ഒരു ഗ്രൗണ്ട് പോലെയുള്ള തടാകക്കരയിലെ നല്ലൊരു സ്ഥലം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വേസ്റ്റൊക്കെ കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്ന് ഇരിക്കാറും ഒക്കെയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. മദ്യക്കുപ്പികളൊക്കെ ഉണ്ട്, ബിയറിൻ്റെ ബോട്ടിലും അതേപോലെ വേസ്റ്റൊക്കെ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഞങ്ങളും സൂരജും വണ്ടി താഴോട്ടേക്ക് ഇറക്കി. നല്ല രസമുള്ളൊരു സ്ഥലം. രാത്രി ടെൻ്റൊക്കെ അടിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. രഞ്ജിമനും പുറത്തിറങ്ങി അവിടെ ഇവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല വലിയ തടാകമാണ്, അങ്ങ് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. തൊട്ടപ്പുറത്തും കുറച്ച് ആൾക്കാരിരുന്ന് വർത്തമാനം പറയുന്നതൊക്കെ കാണാം. കമ്പനി കൂടുകയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ കായിക മത്സരങ്ങളൊക്കെ നടക്കാറുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വണ്ടിയുടെ പെട്രോള് തീരാറായി. അങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രാമപ്രദേശത്തൊരു പെട്രോൾ പമ്പുണ്ട്. അത് ടൗണൊന്നുമല്ല, ഒരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടി വിട്ടു. എന്നിട്ട് അവിടെ നിന്ന് പെട്രോൾ അടിച്ച് പിന്നെ ഗൂഗിൾ കാണിക്കുന്നത് മറ്റൊരു വഴിയാണ് മെയിൻ റോഡിലേക്ക് എത്താൻ വേണ്ടി. ഞങ്ങളങ്ങനെ ആ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കുഞ്ഞു വഴി, കഷ്ടിച്ച് ഒരു 2-2.5 മീറ്റർ മാത്രമേ വീതിയുള്ളൂ. ഇരുവശത്തും പാടാണ്. ഈ പാടത്തിൻ്റെ അടുക്ക് കൂടിയുള്ളൊരു വഴി, അതിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2.5 മീറ്റർ മാത്രമേ ഈ റോഡിന് വീതിയില്ല. ഇപ്പൊ 3 മീറ്റർ കൂടെ വീതിയില്ലാത്ത റോഡാണ്. 2 മീറ്റർ ഉള്ളൂ. ഈ വണ്ടിയുടെ വീതി മാത്രമല്ല റോഡിലൂടെ പോവാം. അല്ല, നേരത്തെ നമ്മ ഈ റോഡിലേക്ക് പോകണം. ചിലപ്പോ ആ റോഡായിരിക്കും ഇത്. റൈറ്റ് പോകണതുണ്ട് നേരത്തെ അപ്പുറത്ത്. ആ റോഡാവാനാ സാധ്യത. In 200 meters, turn right onto National Highway 516A. അത് റോഡ് തീ. മെയിൻ റോഡ് തീ.
Turn right onto National Highway 516A. അത് കുഴപ്പമില്ല. മെയിൻ റോഡിലേക്ക് എത്തിയിട്ടാ. മെയിൻ റോഡിലേക്ക് എത്തി. എത്രയാ പശുക്കൾ, എല്ലായിടത്തും പശുക്കൾ തന്നെ. ഇപ്പോൾ റോട്ടിലൂടെ പശുക്കളായിരുന്നു. കായലിൻ്റെ ഭംഗിയും ഗ്രാമീണതയും ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര. അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളോ? അമ്പരച്ചുംബരിക്കലെ കുട്ടികളൊന്നും ഇല്ല, കെട്ടിടമൊന്നും ഇല്ലാത്തതുകൊണ്ട് തനി ഗ്രാമീയത വെച്ചു. കായലിൻ രണ്ട് സൈഡ് കായലിൻ്റെ ഞങ്ങൾ പോയി എത്തിയത് ഒരു വലിയൊരു ലേക്കിലേക്ക്. അത് കായൽ, വലിയൊരു കായൽ. അതായത് റോഡ് അവിടെ കഴിഞ്ഞു. അവിടേക്ക് ഗൂഗിൾ മാപ്പിൽ ഇതിലൂടെ റോഡാണ് കാണിക്കുന്നത്, ഇതിലൂടെ വഴിയെന്ന് കാണിക്കുന്നത്. പക്ഷേ ഈ റോഡിൻ്റെ അക്കരെ എത്തണമെങ്കിൽ ഈ കായൽ കടന്ന്, അതായത് ഈ കായലിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിക്കണം. അത് ജങ്കാറിൽ. അങ്ങനെ ഞങ്ങൾ ജങ്കാറിലേക്ക് കയറുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ചില്ലിക ലേക്കാണിത്. ഈ ലേക്ക് കടന്നിട്ട് വേണം നമുക്ക് അക്കരെ എത്താൻ. അതുവഴി വേണം നമുക്ക് പൂരിയിലേക്ക് പോകാൻ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ജങ്കാറിൽ കയറുന്നത്. അതും തീരെ പ്രതീക്ഷിക്കാത്തൊരു ജങ്കാർ യാത്ര. നമ്മളിത് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല, നമ്മൾക്ക് യാത്രയിൽ ഇങ്ങനെ വന്ന് പെട്ടതാണ്. ഈ ജങ്കാറിനകത്ത് ഫുള്ള് വണ്ടികൾ കുത്തി നിറച്ചിട്ടുണ്ട്. ആൾക്കാരും വണ്ടികളും, 1 ഇഞ്ച് സ്ഥലം കൂടി എവിടെയും ബാക്കിയില്ല. അങ്ങനെ ഇതിലേക്ക് കയറാൻ പറ്റാതെ കുറേ വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി നമ്മളത് ചെറിയ വണ്ടിയായത് കാരണം നമ്മൾ ഇതിനകത്തേക്ക്. ഈ ലേക്കിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കരയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ 1-2 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നപ്പോൾ ഈ ഭാഗത്തായിട്ട് ഡോൾഫിനുകൾ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്, കേൾക്കുന്നു. ഇവിടെ അപ്പോഴാണ് അവിടെ ഡോൾഫിൻ പ്രത്യക്ഷപ്പെട്ടത്. ഒരു ഡോൾഫിൻ മുങ്ങിന്ന് വരുന്നത് കണ്ടു, വളരെ ദൂരെയായിട്ട്. ആ ഫോണും പിടിച്ച് സംസാരിക്കുന്ന ചേട്ടനായിരുന്നു ഞങ്ങൾ കാണിച്ചത്. അതുപോലെ ഈ ചങ്ങാടം പോലെയുള്ള തോണിയിൽ ബൈക്കുകളൊക്കെ നിറച്ചിട്ട് പോകുന്നത് കാണാം. അതുപോലെ ചെറിയ വള്ളത്തിൽ മീനെ പിടിക്കുന്ന ആൾക്കാർ, അതുപോലെ ടൂറിസ്റ്റുകളെയും കൊണ്ടുപോകുന്ന അവർ. അങ്ങനെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് ഈ ലേക്കിൽ.
ടൂറിസ്റ്റുകളെയും കൊണ്ടുപോകുന്ന ഒരു ചെറിയ കുഞ്ഞു ബോട്ട് അത് കണ്ടോ പോകുന്നു. ബോട്ടിൻ്റെ മോട്ടോറിൻ്റെ സൗണ്ട്. കര എത്താറായെന്ന് തോന്നുന്നു. അത് കാണുന്നുണ്ട് ദൂരെയായിട്ട്. കരയിലേക്ക് അടുക്കാറായപ്പോൾ അവിടെ കരയിൽ കാണാം പഴയ ജങ്കാറും പുതിയ ജങ്കാറൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. നമ്മളെ മുതലിനെടുക്കും. നമ്മൾ വന്ന ജങ്കാറിൽ നിന്ന് വണ്ടികളിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 5 കിലോമീറ്റർ കായൽ യാത്രയും 100 കഴിഞ്ഞ് meters, slide കരയിലെത്തി. right onto National Highway 360. ഈ കാണുന്നത് പൊന്നേക്കായിലെ മരമാണ്. പൊന്നേക്കായി നമ്മളെ പണ്ടത്തെ പൊന്നേക്കായി വരെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് കാണാൻ. ഇത് നമ്മുടെ നാട് പോലത്തെ ഇവിടെ പ്ലാവുണ്ട്, മാവുണ്ട്, പറങ്കാവുണ്ട്. പൊന്നേക്കായിലെ മരം, നമ്മളെ പൊന്നേക്കായിലെ മരം പൊന്നേക്കായി കേട്ടാ. പറങ്കാവുണ്ട്, പ്ലാവുണ്ട്. പൊന്നേക്കായുടെ കായ് എണ്ണയാക്കാൻ വേണ്ടി ഉണക്കാനിട്ടിരിക്കുന്നുണ്ട്. പണ്ട് വീട്ടിൽ ഈ പൊന്നേക്കായുടെ എണ്ണ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാനേ ഇല്ല സാധനം. ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ഈ വിളക്ക് കത്തിക്കാനൊക്കെ ഇതിൻ്റെ എണ്ണയായിരുന്നു ഉപയോഗിച്ചിരുന്നത് പണ്ട്. കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കില്ല, ഈ വിളക്ക് കത്തിക്കാൻ മാത്രമാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഇതാണ് കമണ്ടല് മരം. കമണ്ടല് പണ്ട് മുനിമാർ വെള്ളം കൊണ്ടാവാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമണ്ടല് സാധനത്തിലാണ്. കുറേ കായുണ്ട് ഇതിനകത്ത്. കമണ്ടലു മരം കണ്ട. കമണ്ടല് കമണ്ടലു മരം. അങ്ങനെ വഴിവക്കത്ത് കണ്ട കമണ്ടലു മരവും കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. റോഡിൻ്റെ ഇരുവശത്തും ഒരേപോലെയുള്ള മരങ്ങൾ. നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ. ഡ്രൈവിംഗ് സീറ്റിലേക്ക് രഞ്ജി കയറി. രഞ്ജി വണ്ടി ഓടിക്കുന്നു. ഞാനിങ്ങനെ ഫോണും പിടിച്ച് വീഡിയോ എടുക്കുന്നു. ഞങ്ങളങ്ങനെ പൂരിയിലെത്തിയിട്ട് അമ്പലം സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്തേക്ക് പോയി. ചെറിയ ഊടുവഴിയിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾ പോയത്. ഭയങ്കര തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. അവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ സാഹചര്യം മനസ്സിലാവുന്നത്. വീൽ ചെയറുമായിട്ട് നമുക്ക് അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. കാരണം വീൽ ചെയറുമായി പോകാൻ പറ്റുന്ന സൗകര്യം അവിടെ ഇല്ല. മൊത്തം സ്റ്റെപ്പുകളാണ്. പിന്നെ വീൽ ചെയർ കൊണ്ട് പോവാം, പക്ഷേ അമ്പലത്തിൻ്റെ സമീപത്ത് വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള കോണാർക്ക് സൂര്യക്ഷേത്രം അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം
അങ്ങനെ അവിടുന്ന് കൊണാർക്ക് സൂര്യക്ഷേത്രം കാണാനായി പുറപ്പെട്ടു. ഇവിടുന്ന് ഏകദേശം 8-10 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. കൊണാർക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ എന്തൊക്കെയോ ഫെസ്റ്റിവലൊക്കെ നടക്കാൻ തോന്നും. നല്ല തിരക്കുണ്ട്. 3 കിലോമീറ്ററിന് തന്നെ ദൂരമുണ്ട്. 2.8 കിലോമീറ്റർ. കൊണാർക്കിലെ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം.